എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി കേട്ടോ ട്രാവലിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ട്, കാരണം വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ലീവ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും യാത്ര ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഇവിടെ ബാംഗ്ലൂരിലുള്ള ഇഷ ഫൗണ്ടേഷൻ നേതൃത്വത്തിലുള്ള ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആദിയോഗി പ്രതിമയുടെ മുന്നിലാണ് കേട്ടോ. നമുക്ക് ബാക്ക് സൈഡിൽ കണ്ടോ, ഇതാണ് ആദിയോഗി പ്രതിമ നമ്മുടെ ബാംഗ്ലൂരിൽ അനാവരണം ചെയ്തിട്ടുള്ളത്. അപ്പോ നമ്മളിതാ ഇതിന്റെ മുൻപിലാണ് ഉള്ളത്. ഇത് ക്ലിയർ ഇല്ല കേട്ടോ, ബാക്ക് സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് ക്ലിയർ ഇല്ല. ഈ ആദിയോഗി സ്റ്റാച്യു എന്ന് പറയുന്നത് നമ്മുടെ കോയമ്പത്തൂരുള്ള സെയിം ഇഷ ഫൗണ്ടേഷന്റെ അതേ സ്റ്റാച്യു തന്നെയാണ് ഇവിടെയും, അതേ ഉയരത്തിൽ തന്നെയാണ് ഇവിടെയും പണിതത്. 112 അടിയാണ് ഇവിടെ പണിതിട്ടുള്ള സ്റ്റാച്യുവിന്റെ ഉയരം വരുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് 80 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് കേട്ടോ. നമ്മുടെ സർജാപൂരിൽ നിന്ന് 80 കിലോമീറ്ററാണ് ഉണ്ടായത്. ഇഷ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ, അതായത് കോയമ്പത്തൂർ അനാവരണം ചെയ്ത പോലത്തെ രണ്ടാമത്തെ പ്രതിമയാണ് ഇവിടെ ചിക്കബല്ലപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് അവലഗുർക്കി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് പറയുന്നത്. അപ്പോൾ ഇവിടെ അനാവരണം ചെയ്തിട്ടുള്ളത് ജനുവരി 15-നായിരുന്നു ഭാഗികമായിട്ട് ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സദ്ഗുരു, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ബാംഗ്ലൂരിലെ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ ഇവരുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഫെബ്രുവരി 18-നായിരുന്നു, അതായത് ശിവരാത്രിയുടെ അന്നായിരുന്നു മുഴുവനായിട്ടും ജനങ്ങൾക്ക് ഇത് കാണുവാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കോയമ്പത്തൂരിൽ പോകുമ്പോൾ അവിടെ കാണുമ്പോഴുള്ള, അതായത് അവിടെയുള്ള യോഗ സെന്ററിലുള്ളതുപോലെ തന്നെ ഒരു നാഗക്ഷേത്രവും ആദിയോഗി, അതായത് ഇവിടെ കാണുന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആദിയോഗിയും, അതുപോലെ യോഗേശ്വര ലിംഗം, ലിംഗഭൈരവി ക്ഷേത്രം, ഇങ്ങനെ പറയുന്ന എല്ലാ ക്ഷേത്രങ്ങളും ഇവിടെയും ഉണ്ട്. ഇത് ക്ഷേത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ സെന്റർ ആണ് കേട്ടോ. പലരും ഇത് ക്ഷേത്രമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇതിനുള്ളിലേക്ക് കയറുന്നില്ലേ, ഇതിനുള്ളിലാണ് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ പറഞ്ഞ ആ നാഗക്ഷേത്രം, അങ്ങനെയുള്ള ദൈവങ്ങളും അതൊക്കെ ഇവിടെയാണ് ഉള്ളത്. അതുപോലെ ഇവിടെ നമുക്ക് പൂജ ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനും വേണ്ടി പറ്റും. ചെറിയൊരു തുച്ഛമായ രൂപയാണ് ഇവിടെ കൊടുക്കേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് 30 രൂപയാണ് ടിക്കറ്റിംഗ് ചാർജ് വരുന്നത്. നമ്മുടെ കോയമ്പത്തൂർ വെള്ളിയങ്കരിയിലാണ് ഇഷ സെന്ററിന്റെ ആദിയോഗി സ്ഥാപിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മുഖപ്രതിമ എന്ന ബഹുമതിയുള്ള ഈ ആദിയോഗിക്ക് 112 അടി ഉയരമാണ് പറയുന്നത്. ആത്മപരിവർത്തനത്തിനുള്ള 112 മാർഗങ്ങളെ പ്രകീർത്തിക്കുന്ന പ്രതിമ എന്നാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് എല്ലാവരും. ഇവിടെ രാത്രിക്ക് ലേസർ ഷോ ഉണ്ട്. അത് ആരംഭിക്കുന്നത് 7 മണിക്കാണ്. 7 മണി മുതൽ 8 മണി വരെയാണ് ലേസർ ഷോ ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്നിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്.